മലയാളത്തിന് പ്രിയപ്പെട്ട നടി കവിയൂർ പൊന്നമ്മയ്ക്ക് സാംസ്കാരിക കേരളം അന്ത്യാഞ്ജലി നേരുകയാണ്. കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മമ്മൂട്ടി, വിനീത്, ഭാഗ്യലക്ഷ്മി തുടങ്ങിയ നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ വിവിധ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്നതുപോലെ 24 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് 12ഉം 14ഉം മക്കളുള്ള ഒരു അമ്മയായിട്ട് വേഷം പകർന്നത്. ഒരുപക്ഷെ ഈ അമ്മ വേഷത്തിന് തുടക്കമായിരുന്നു അത്. ഓടയിൽ നിന്ന് എന്ന കേശവദേവിൻ്റെ നോവലിന് അപ്രപാടികളിൽ ആവിഷ്കാരം കിട്ടിയപ്പോൾ അതിലെ അമ്മയായിട്ട് മാറിയതും ഒക്കെ തന്നെ പൊന്നമ്മ ചേച്ചിയായിരുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ്റെ മനോഹരമായ സിനിമയിൽ ജാനകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മരങ്ങളെയെല്ലാം തൻ്റെ മക്കളുടെയൊക്കെ പേര് ചൊല്ലി, ഭർത്താവിൻ്റെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്ന കഥാപാത്രത്തെ അന്ന് പൊന്നമ്മ ചേച്ചി അനശ്വരയാക്കി. ശിവാജി ഗണേശൻ്റെ അമ്മയായിട്ടും ഈ പൊന്നമ്മ ചേച്ചി അഭിനയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 തലമുറകൾക്ക് സിനിമയിൽ അമ്മയായിട്ട് മാറി പൊന്നമ്മ ചേച്ചി. അതും പോരാഞ്ഞാണ് മലയാള ടെലിവിഷൻ സ്ക്രീനിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് അമ്മയായി മാറി. 25ഓളം ടെലിവിഷൻ പരമ്പരകളിലും ഈ അമ്മ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. ഒരുപക്ഷെ സ്നേഹനിധിയായ ഈ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാത്ത, വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാത്ത, അവരോടൊപ്പം പ്രയത്നം ചെയ്ത ഏതെങ്കിലും നടനുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു നിറസാന്നിധ്യം പോലെ, ഒരു സ്നേഹത്തിൻ്റെയും ലാളനത്തിൻ്റെയും ഒക്കെ നിറസാന്നിധ്യമായി മലയാള സിനിമാ ലൊക്കേഷൻ നിറഞ്ഞാടിയ ഒരു ജീവിതത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. നമുക്കൊപ്പം അനുജ രാജേഷ് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചിരുന്നു. മന്ത്രി പി രാജീവ്, രമേഷ് പിഷാരടി തുടങ്ങിയ ആളുകളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. നമുക്കൊപ്പം അനുജ രാജേഷ് ചേരുന്നു. അനുജ, പറയൂ, മോഹൻലാലിനെ ഏത് സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മോഹൻലാൽ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നതാണ് വിവരം. SKN മമ്മൂട്ടി അല്പസമയം മുൻപ് ഇവിടെയുണ്ട്. അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട്. കൂടാതെ ബാലചന്ദ്ര മേനോൻ, ബി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഈ സംഘടനാ പ്രതിനിധികൾ, സിനിമാ സംഘടനകളുടെ വിവിധ പ്രതിനിധികൾ, അത് അമ്മയുടെ പ്രതിനിധികളുണ്ട്. വിനു മോഹൻ, ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ. കൂടാതെ ബി ഉണ്ണികൃഷ്ണനുണ്ട്, രഞ്ജി പണിക്കറുണ്ട്, ഭാഗ്യലക്ഷ്മിയുണ്ട്, ബാലചന്ദ്ര മേനോൻ, ബാബു ആൻ്റണി, മന്ത്രി പി രാജീവ്, ഹൈബി ഈഡൻ MP എന്നിവർ ഒക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ആളുകൾ വരുന്നുണ്ട്. തങ്ങൾ സ്ക്രീനിൽ മാത്രം കണ്ട തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി കാണാൻ, വിട ചൊല്ലാൻ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 12 മണി വരെയാണ് ഇവിടുത്തെ പൊതുദർശനം. അതിനുശേഷം ആലുവ കരുമാലൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 4 തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട്. അതും തുടർച്ചയായി 71, 72, 73, അതിനുശേഷം പിന്നെ 94, അങ്ങനെ 4 തവണ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടി. ബാലചന്ദ്ര മേനോൻ്റെ ആദ്യ സിനിമ, അദ്ദേഹം വളരെ ദുഃഖത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഉത്രാട രാത്രിയിൽ കവിയൂർ പൊന്നമ്മ ഉണ്ടായിരുന്നു. പിന്നീട് ചിരിയോ ചിരി, അച്ചുവേട്ടൻ്റെ വീട്, അങ്ങനെ പല സിനിമകളിലും ബാലചന്ദ്ര മേനോൻ കവിയൂർ പൊന്നമ്മയെ അമ്മ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തുടർച്ചയായി 5 സിനിമകളിൽ ഒരേ സമയം അഭിനയിച്ചു കവിയൂർ പൊന്നമ്മ. അപ്പോൾ ഒരേ വേഷം ഇട്ടുകൊണ്ട് അഭിനയിക്കുന്ന, അങ്ങനെ വേറൊരാളും ചെയ്തിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഒരു മേക്ക് ഓവറുമില്ലാതെ ഒരു കഥാപാത്രത്തിലേക്ക് പോകുന്ന അപൂർവ പ്രതിഭ. അതും ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മ മാത്രമായിരിക്കാം. മറ്റ് താരങ്ങളൊക്കെ കഥാപാത്രത്തിനെ അനുസരിച്ച് മേക്ക് ഓവർ ചെയ്യുമ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു മുണ്ടും നേരിയതും, പിന്നെ തലമുടി നരപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യും. അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുമുള്ള വേഷവിധാനങ്ങളോ ഒന്നുമില്ലാതെ സാധാരണ രീതിയിൽ, അതാണ് എപ്പോഴും ആളുകൾക്ക് നമ്മുടെയൊക്കെ സ്വന്തം അമ്മയെ പോലെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾക്കൊപ്പം ഇരിക്കുന്ന നമ്മളുടെ അമ്മ എന്ന തരത്തിലേക്ക് അങ്ങനെ വളരെ സിമ്പിളായി സ്ക്രീനിൽ കാണാൻ കഴിയുന്നു. ഈ സ്ക്രീനിലുള്ള അമ്മ എന്നതിനപ്പുറത്തേക്ക് സ്ക്രീന് പുറത്തും അതുപോലെ തന്നെ ഒരു അമ്മയുടെ വാത്സല്യം ചൊരിയുന്ന വ്യക്തിത്വമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ. അതുകൊണ്ട് തന്നെയാണ് സിനിമാ ലോകത്തൊക്കെ ഉള്ളവർക്ക് ഇത്രയും വൈകാരികമായൊരു അടുപ്പം കവിയൂർ പൊന്നമ്മയോടുള്ളത് എന്നതാണ്. മോഹൻലാൽ വളരെ വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കണ്ടത്. നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളൊരു അമ്മ മകൻ കോമ്പിനേഷനാണ് മോഹൻലാൽ കവിയൂർ പൊന്നമ്മ എന്നത്. ഏതാണ്ട് 50ഓളം സിനിമകളിലാണ് ഇവർ അമ്മയായി മകനായും അഭിനയിച്ചത്. അപ്പോൾ ഈ കഥാപാത്രം, അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രമുണ്ട്. അതിലെ അമ്മ കഥാപാത്രം യഥാർത്ഥത്തിൽ മകനല്ല, പക്ഷേ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന ആ കഥാപാത്രം അതെന്താണോ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അതാണ് എനിക്ക് കവിയൂർ പൊന്നമ്മ എന്നാണ് പറയുന്നത്. അതുപോലെ എത്രയെത്ര സിനിമകൾ ആ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കിരീടം, ഭരതം, വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുംനാഥൻ, കിഴക്കുണരും പക്ഷേ, ഒപ്പം, അങ്ങനെ
പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകളാണ്. മകനല്ലാതിരുന്നിട്ടും മകനെ എന്ന് വിളിച്ചോടി വരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ മുനിസിപ്പൽ ചേച്ചി. ടൗൺ ഹാളിൽ നമുക്കൊപ്പം ചേർന്നത് ഗോപിനാഥൻ മേനോൻ യൂട്യൂബിൽ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഡിയർ എസ് കെ പ്ലീസ് ഒന്ന് പറയണം, ഉന്നതർ മാത്രമല്ല സാധാരണ ജനങ്ങളും അമ്മയെ കാണാൻ അവിടെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ എത്തുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. കാരണം പൊന്നമ്മ ചേച്ചി സാധാരണക്കാരിയെ പോലെയാണ് ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്ന. പെരിയാറിൻ്റെ തീരത്ത് പെരിയാറിലെ ഓളങ്ങൾ അലതല്ലുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അലച്ചിലുമൊക്കെ അല്ലലുമൊക്കെ തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരു ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു പൊന്നമ്മ ചേച്ചി. സാധാരണക്കാരൻ്റെ വികാരങ്ങളും വികാര വായ്പകളും ചേച്ചിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത് പെറ്റമ്മയോളം തനിക്ക് സ്നേഹം പകർന്നു വന്ന അമ്മയാണ് കവിയൂർ പൊന്നമ്മ എന്നാണ്. ഇത്രയധികം കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുമ്പോൾ ഒരുപക്ഷെ മോഹൻലാലിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന അഭിനയമാണ് ഒരു അമ്മയെന്ന നിലയിൽ കാണിച്ചത്. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. കവിയൂർ പൊന്നമ്മയ്ക്ക് സ്നേഹചുംബനം നൽകുന്ന ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു മോഹൻലാലിൻ്റെ കുറിപ്പെന്ന് മനസ്സിലാക്കുക. ആഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഒരുപക്ഷെ 6.5 പതിറ്റാണ്ടോളം നീണ്ടുപോയ ഒരു അഭിനയ സബരിയ, അത്രയധികം കഥാപാത്രങ്ങൾ, ഹിമാലയത്തോളം ഉയർന്നു നിൽക്കുന്ന അഭിനയ സാമർഥ്യം, പ്രതിഭാധനയായ പൊന്നമ്മ ചേച്ചിയുടെ ചരിത്രം അങ്ങനെ നീളുകയാണ്. ഈ ജീവിതത്തിന് യവനിക തിരശ്ശീല ഇട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ അമ്മ മനസ്സിനെയാണ്. പറയൂ കാശ്മി. എസ് കെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു സംവിധായകന് അമ്മ എന്നൊരു ചോയ്സിൽ മറ്റൊരു നടി അങ്ങനെ ബൈ ഡീഫോൾട്ടായിട്ട് മനസ്സിലേക്ക് വരുമോ എന്ന കാര്യം അറിയില്ല. അങ്ങനെ വരാനിടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാറിയ മലയാള സിനിമയുടെ പുതിയ ഭാവുകത്വമൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇത്രത്തോളം അമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു അഭിനയ ബിംബം കവിയൂർ പൊന്നമ്മ. അത് 12ാം വയസ്സിൽ ഒരു ഗായികയായി തുടങ്ങി, അത് പിന്നെ നായികയായി, അമ്മയായി, അമ്മൂമ്മയായിട്ടൊക്കെ നീണ്ട 60 വർഷങ്ങൾ, 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ സബരിയ. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ ചിത്രങ്ങൾ ദീപ്തസ്മരണയാക്കി ബാക്കി നിർത്തി അവർ യാത്ര പറയുകയാണ്. എസ് കെ എൻ അവരിനിയില്ല, ആ നിറഞ്ഞ മാതൃഭാവം ഇനിയില്ല എന്ന തിരിച്ചറിവിലേക്ക് കേരളം കൈരളി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് നൂറുകണക്കിന് മനുഷ്യർ അവരെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക്, ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. എസ് കെ എൻ മമ്മൂട്ടി ഇവിടെ തന്നെയുണ്ട്. അല്പസമയത്തിനകം മമ്മൂട്ടി കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള ആർദ്രമായ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുമെന്നാണ് അറിയാനും കഴിയുന്നത്. അവിടെ സംവിധായകൻ ബാലേന്ദ്ര മേനോൻ അടക്കമുള്ളവർ, ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർക്കൊപ്പം, രഞ്ജി പണിക്കർക്ക് അടക്കമുള്ളവർക്കൊപ്പം മമ്മൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി വരാനുള്ളത് മോഹൻലാലാണ്. അത് ഏവരും കാത്തിരിക്കുന്ന ഒരു ആദരമർപ്പിക്കലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എസ് കെ എൻ അതിന് കാരണം നീണ്ട 50 സിനിമകളിലധികം അമ്മ മകൻ എന്നുള്ള ഡുവോ വളരെ ഭംഗിയായി പ്രേക്ഷക മനസ്സുകളെ പല സിനിമകൾക്കകത്ത് വേദനിപ്പിക്കും വണ്ണം ശരിയാവണ്ണം അഭിനയിപ്പിച്ച 2 പേരാണ് മോഹൻലാലും കവിയൂർ പൊന്നമ്മയും. അതിൽ കവിയൂർ പൊന്നമ്മ യാത്രയാകുന്നു. മോഹൻലാൽ ആദരമർപ്പിക്കാനെത്തുമ്പോൾ മോഹൻലാൽ തന്നെ പറയുന്നത് പോലെ പെറ്റമ്മയോളം തന്നെ സ്നേഹം തന്ന ഒരു പോറ്റമ്മയാണ് എനിക്ക് കവിയൂർ പൊന്നമ്മ തന്നെ പറയുന്നത് മോഹൻലാൽ എനിക്ക് എൻ്റെ ജനിക്കാതെ പോയ മകനാണെന്ന് പറഞ്ഞു. എസ് കെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു പരിപാടിയിൽ വരുമ്പോൾ കവിയൂർ പൊന്നമ്മ പറയുന്നുണ്ടായിരുന്നു, അതായത് ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ പ്രായമുള്ള അമ്മമാർ ചോദിക്കും മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കവിയൂർ പൊന്നമ്മ പറയും എനിക്കുള്ളത് മകളാണെന്ന് പറയുമ്പോൾ അതല്ല മോഹനലാൽ എന്ന് ചോദിക്കും. മകൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്, അടുത്ത തവണ വരുമ്പോൾ കൊണ്ടുവരാം എന്നൊരു ചെറുചിരിയോടെ പറയാറുണ്ട് എന്ന കാര്യം പറയുന്നു. ആ പരിപാടിയിൽ തന്നെ അവതാരകൻ സുരാജ് വെഞ്ഞാറമൂടാണ്. സുരാജ് ഒരു ചോദ്യം ചോദിക്കുന്നു പരിപാടിയിൽ കവിയൂർ പൊന്നമ്മയോട്, എന്തുകൊണ്ടാണ് മുഖത്ത് ഇത്രയും വാത്സല്യം നിറഞ്ഞ ഒരു ചിരി, അല്ലെങ്കിൽ ഇത്രയും തികവാർന്നൊരു മുഖം എന്തുകൊണ്ടാണ്, ഇത്രയും സ്നേഹ സൗന്ദര്യം, വാത്സല്യ സൗന്ദര്യം എന്തുകൊണ്ടാണ് എന്ന് സുരാജ് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, അതിൽ ദുഷ്ടില്ല എന്നുള്ളതാണ് കവിയൂർ പൊന്നമ്മയുടെ ചിരി കൊണ്ടുള്ള മറുപടി. അപ്പോൾ അങ്ങനെ തരിമ്പ് പോലും ദുഷ്ടില്ലാത്ത, അല്ലെങ്കിൽ കൂടെ നിൽക്കുമ്പോൾ ഈ പറയുന്ന അമ്മ കഥാപാത്രം അത് അഭ്രവാളിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ നേർജീവിതത്തിലും ഈ പറഞ്ഞ സെറ്റുകളൊക്കെ ഇന്നലെ നമ്മൾ ഹരിശ്രീ അശോകനൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. ഒരു അമ്മയുടെ സാന്നിധ്യം ശരിക്കും ഫീൽ ചെയ്യും സെറ്റിൽ കവിയൂർ പൊന്നമ്മ അങ്ങനെ നിൽക്കുമ്പോൾ എന്നുള്ള കാര്യം ഹരിശ്രീ അശോകൻ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അഭ്രവാളിയിൽ മാത്രമല്ല ഇവരുടെയൊക്കെ നേർക്കുനേർ ജീവിതത്തിലും വലിയ യഥാർത്ഥ ഒരു അമ്മ അല്ലെങ്കിൽ മാതൃസ്നേഹം പകർന്നു നൽകിയ ഒരു മഹാ അഭിനേത്രി വിടവാങ്ങുകയാണ്. സ്കേൻ ഒരുപക്ഷെ അമ്മ കഥാപാത്രങ്ങൾ മാത്രമാണോ നമ്മുടെ മനസ്സിലുള്ളത് എന്ന് ചോദിച്ചാൽ അത് അമ്മ കഥാപാത്രങ്ങൾ മാത്രമാണ് അങ്ങനെ തെളിമയോടെ മിഴിവോടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യകാല സിനിമകളിൽ നായികയായും ഒരുപക്ഷെ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളൊക്കെ അക്കാലത്ത് വളരെ ഭംഗിയായി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ള ഒരു നടി കൂടിയാണ്. പിന്നെ അമ്മ കഥാപാത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ 2021 പുറത്തിറങ്ങിയ അവനും ആണും പെണ്ണും എന്നുള്ള ആന്തോളജിയിൽ ഉള്ള അതും അമ്മ കഥാപാത്രങ്ങൾ, പക്ഷേ ഒരു പ്രത്യേകതരം ഭാവപ്പകർച്ചയുള്ള ഒരു പ്രത്യേകതരം പൊട്ടിച്ചിരികളോട് നിൽക്കുന്ന ഒരമ്മ ഒക്കെ അവസാന കാലത്തെ അവരുടെ ചിത്രങ്ങളാണ്. ദീർഘനാളായി തന്നെ വയ്യാതിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും വയ്യായിക മാറും, അവർ മലയാള സിനിമയിലേക്ക് തിരികെ എത്തും.
ഒരുപാട് നടന്മാരുടെ നായക നടന്മാരുടെ വീണ്ടും അമ്മയാകും എന്നൊക്കെയുള്ള സഹപ്രവർത്തകരുടെ പ്രതീക്ഷകൾ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് കവിയൂർ പൊന്നമ്മ ഈ കലാകേരളത്തോട് യാത്ര പറയുന്നത്. SKN അത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മധുവിൻ്റെയും സത്യൻ്റെയും സുകുമാരൻ്റെയും ജയൻ്റെയും ഒക്കെ അമ്മയായും അതിനുശേഷം കുഞ്ചാക്കോവിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ അമ്മയായിട്ടൊക്കെ ഓരോ തലമുറയിൽ 3-4 തലമുറകളിലെ അമ്മയായി അഭിനയിച്ച് ഫലിപ്പിച്ച മാതൃഭാവം ദാ ഇവിടെ മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും SKN നോക്കിയാൽ ആ മൊബൈൽ മോർച്ചറിക്കുള്ളിൽ ആ അമ്മ മുഖത്തൊരു വാത്സല്യം. താജ് ഇബ്രാഹിമാണ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ആൽഫയിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുന്നു യൂട്യൂബിൽ. SKN ഇന്ന് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ചേച്ചി എന്ന് പറയാതെ പൊന്നമ്മ എന്ന് തികച്ചും പറഞ്ഞേ പോകാവൂ. ആ പേര് അവർക്ക് ലഭിച്ചതിൽ ഒരു അർത്ഥമുണ്ടാകും. കവിയൂർ പൊന്നമ്മ എന്ന് പറയാനുള്ള ഒരു വൈമുഖ്യമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പൊന്നമ്മ ചേച്ചി വളരെ അടുത്തറിയാവുന്ന അനേകായിരങ്ങളിൽ ഒരാളാണ് ഞാനും. മാത്രമല്ല ചേച്ചിയുടെ സാന്നിധ്യം അറിഞ്ഞാൽ ചേച്ചിയൊക്കെ പേരിട്ട് വിളിക്കാൻ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അമ്മ സാന്നിധ്യം ഇത്രയും കാലവും നമ്മൾ അനുഭവിപ്പിച്ച, സ്ക്രീനിൻ്റെ പുറത്തും സ്ക്രീനിനകത്തും നമ്മൾ അനുഭവിപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതേസമയം ഒരു സൗന്ദര്യപരമായ അകലം പാലിച്ചുകൊണ്ട് വേണം വാർത്തകൾ വായിക്കാൻ എന്ന അടിസ്ഥാന തത്വം ഞാൻ മറക്കുന്നില്ല. കവിയൂർ പൊന്നമ്മ എന്ന മഹാനടിയുടെ ജീവിതം പ്രേക്ഷകരിലേക്ക് സന്നിവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അകലം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഞാൻ അവതരിപ്പിക്കാനെന്ന് എനിക്കറിയാം, താങ്കൾക്കറിയാമല്ലോ. പക്ഷേ ഇതിനകത്ത് വ്യക്തിപരമായ ചില ബന്ധത്തിൻ്റെ ആധിക്യം നമ്മെ വല്ലാതെ തളർത്തി എന്ന് വരും. കാരണം ഒരു ജീവിതത്തിൽ ഒരുപാട് ധർമ്മസങ്കടങ്ങൾ കണ്ട ഒരാളാണ് പൊന്നമ്മ ചേച്ചി. ചേച്ചിയുടെ അനിയത്തി കവിയൂർ രേണുക തന്നെ ചേച്ചിയുടെ ഇളയ അനിയത്തിയായിരുന്നു. അവർ ചേച്ചിക്ക് നേരത്തെ തന്നെ കടന്നുപോയി.